ഗുരുവായൂരപ്പനെ അല്ലെങ്കിൽ കൃഷ്ണനെ വിറ്റ് കാശുണ്ടാക്കിയ ഒരാളെ കുറിച്ചാണ്. കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്ന മുസ്ലിം പെൺകുട്ടി എന്ന ലേബൽ ആദ്യം വൈറലായി. പിന്നെ അങ്ങോട്ട് കൃഷ്ണഭക്തിയായുള്ള മുസ്ലിമാണ് എന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങി. അതെ, ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ജസ്ന സലീമിനെ കുറിച്ചാണ്. എന്തായാലും ഇതിലൂടെ കുറെ മുസ്ലിംസിന്റെയും ഹിന്ദുക്കളുടെയൊക്കെ സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇവർ കുറെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നടന്നത് നേരെ തിരിച്ചായിരുന്നു. രണ്ടാൾക്കാരും അവളുടെ തന്ത്രങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവളിപ്പോൾ ശരിക്കും ഒരു ഒന്നാം തരം ഒരു കുരുട്ടുബുദ്ധി ബിസിനസ് മൈൻഡുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഇവൾ ശരിക്കും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ മതം വിറ്റിട്ട് തന്നെ. പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ മതം ഇല്ലാത്ത പെൺകുട്ടിയാണ്, ആരും എന്നെ മുസ്ലിം സ്ത്രീ എന്ന് വിളിക്കണ്ട, ഞാൻ തട്ടം ഉപേക്ഷിക്കാൻ പോകുന്നു. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ജസ്ന സലീം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മതം വിറ്റിട്ട് തന്നെയാണ്. ഇവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മതവിശ്വാസികളുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് മറ്റുള്ളവരെ തള്ളിപ്പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്നും പൈസ ഉണ്ടാക്കുകയാണ്. ഇതാണ് ജസ്ന സലീം ആക്ച്വലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അച്ഛനും അമ്മയ്ക്കും ഒരു വീടൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. ഇപ്പൊ പുതിയൊരു തന്ത്രമായിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ പുതിയൊരു ആഗ്രഹം പറഞ്ഞുകൊണ്ടാണ് ജസ്ന സലീം ഇപ്പൊ വന്നിരിക്കുന്നത്. ഇനി അച്ഛനെയും അമ്മയെയും മക്കയിലേക്ക് വിടണം. അതായത് ആൾക്കാർ ഈ കൃഷ്ണന്റെ ഫോട്ടോ ഒക്കെ വാങ്ങിച്ചിട്ട്, കൃഷ്ണന്റെ പടം വാങ്ങിച്ചിട്ട് അതിൽ നിന്നുണ്ടാക്കുന്ന ക്യാഷ് കൊണ്ട് വേണം അച്ഛനെയും അമ്മേനെയൊക്കെ മക്കയിലേക്ക് വിടണം എന്നൊരു ലേബൽ വെച്ചിട്ടാണ് ഇപ്പോൾ ജസ്ന സലീം ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി പല വേലത്തരങ്ങൾക്കും കാണിക്കുകയല്ലേ ചെയ്യുന്നത്, പല വേലത്തരങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ കണ്ടു നോക്കാം. എനിക്ക് കിട്ടുന്ന ഓരോ ഫോട്ടോയുടെ ഓർഡർ കൊണ്ടും ഞാനൊരു കാര്യം ചെയ്ത് തീർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, എൻ്റെ മാതാപിതാക്കളെ ഞാനിപ്പോൾ സേഫാക്കി, അവർക്കൊരു വീട് വെച്ച് കൊടുത്തു, അവരെ സേഫാക്കി. ഇനി അവർക്കുള്ളൊരാഗ്രഹം കൂടി എനിക്ക് സാധിപ്പിച്ചു കൊടുക്കാനുണ്ട്. മറ്റൊന്നുമല്ല, അവരെ രണ്ടുപേരെയും ഹജ്ജിന് പറഞ്ഞേക്കുക എന്നുള്ളത്. അതും എനിക്കിതേ ഈ ഒരു കണ്ണൻ സാധിപ്പിച്ചു തരും എന്നുള്ള ഒരു വിശ്വാസത്തോടെ. ഓക്കെ, ഇതിന് താഴെ വന്ന കുറച്ച് കമന്റ്സ് നമുക്ക് വായിച്ചു നോക്കാം. അടുത്ത അടവ് ഹജ്ജ്. കണ്ണന്റെ ഫോട്ടോ ചിലവാക്കാൻ വേറെ ഒരു മാർഗവും ഇല്ല അല്ലേ? ഇസ്ലാം മതത്തിൽ തന്നെ വിശ്വാസമില്ലാത്ത നീ എന്തിനാണ് അച്ഛനെയും അമ്മയും ഹജ്ജിന് വിടുന്നത്? എന്തിനാണ്? ഉടായ്പിന്റെ രണ്ടാം ഭാഗം. പാവങ്ങളെ പറ്റിച്ച് ഉമ്മയും ഉപ്പയും ഹജ്ജിനെ അയക്കണം അല്ലേ? വല്ലാത്ത ജാതി ജന്മം തന്നെ. നടക്കില്ല ജസ്ന സലീം, ആളുകളൊന്നും പൊട്ടന്മാരല്ല. നിന്റെ തന്ത്രങ്ങളൊന്നും ഇനി ഇവിടെ ചെലവാകാനും പോകുന്നില്ല. ആ ഫോട്ടോയ്ക്ക് അവൾ വാങ്ങിക്കുന്ന പൈസ എന്ന് പറയുന്നത് 5000 രൂപയാണ്. 5000 രൂപയാണ് വാങ്ങിക്കുന്നത്. ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ആ ഫോട്ടോ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് കളർ ചെയ്തൊരു ഫോട്ടോ പോലെയാണ് തോന്നുന്നത്. ഒരിക്കലും അതൊരു സ്വന്തമായി വരച്ച രീതിക്ക് നമുക്ക് തോന്നുന്നില്ല കാണുമ്പോൾ തന്നെ. എന്തായാലും ആ ഫോട്ടോയ്ക്ക് 5000 രൂപ വെറുത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല. എത്രയോ നല്ല കലാകാരന്മാരുണ്ട്, നല്ല ചൈതന്യത്തോടെയുള്ള കണ്ണനെ വരയ്ക്കുന്ന കുറേ കലാകാരന്മാരുണ്ട്. ഇതിന്റെ പകുതി വിലയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. കുടുംബത്തെ നോക്കാൻ വേണ്ടിയും മറ്റുള്ള അവരുടെ കഷ്ടപ്പാടുകളൊക്കെ അറിഞ്ഞിട്ട് ഇങ്ങനെ ചിത്രം വരച്ചു കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ സഹായിക്കണം. അല്ലാതെ ഇതുപോലെ ഉടായ്പ ചെയ്ത് കാശുണ്ടാക്കുന്നവരുടെ കയ്യിൽ നിന്നല്ല നമ്മൾ പൈസ കൊടുത്തിട്ട് പടം വാങ്ങിക്കേണ്ടത്. നമ്മൾ അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞിട്ട്, അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട്, ഒരുപാട് കലാകാരന്മാരുണ്ട്. അവരുടെ കയ്യിൽ നിന്നൊക്കെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ സഹായിക്കുക. ഇവളെപ്പോലുള്ളവരെ വെറുതെ നമ്മളായിട്ട് വൈറലാക്കാതിരിക്കുക. എനിക്കെന്തായാലും ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കമന്റ് സെക്ഷനിൽ കാണാം. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.